ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുകയാണ്. ആദ്യം തന്നെ ഈ പാട്ട് എൻ്റെ പിതാവ് എപ്പോഴും പാടുന്നൊരു പാട്ടായിരുന്നു. പക്ഷെ അത് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ടാണ് ഇവിടെ പാടിയത്. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാന്തങ്ക പ്രാവേ നീ വന്നിന്നിൽ എന്നു മതി വസിക്ക വന്ന് ഉന്നതനാന്തങ്ക പ്രാവേ നീ വന്നിന്നിൽ എന്നു മതി തങ്കച്ചിറക എത്ര നാൾ കേട്ടിട്ടും ശങ്ക കൂടാതെ തള്ളി സങ്കേതം ഞാൻ കൊടു ധന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു തള്ളി സങ്കേതം ഞാൻ കൊടു ധന്യർക്കെന്നോർത്തിത സങ്കടപ്പെട്ടിടുന്നു. അതെ, സങ്കേതം ഞാൻ കൊടുത്ത് അന്യർക്കെന്നോർത്തിത സങ്കടപ്പെടും. ആരാ അന്യരെ? ദൈവത്തിന് വിരുദ്ധമായിട്ട് ആത്മാക്കളും ചിന്തയും സംസാരം പ്രവൃത്തിയെല്ലാം അന്യരാണ്. അവർക്ക് നമ്മൾ ഇടം കൊടുക്കുമ്പോൾ അന്യരെ കൊടുത്തു. എനിക്ക് ജന്മം തന്ന് എന്നെ പ്രാർത്ഥനയുടെ വിത്ത് വിതച്ച് ഒരുപാട് നന്മയിൽ കൂടെ മാതൃക കാണിച്ചു തന്ന് സത്യം പഠിപ്പിച്ച് എന്നെ വഴി നടത്തിയ എൻ്റെ കർത്താവിൻ്റെ അനുഗാമിയായിട്ട് ജീവിതം നയിച്ചു മരിച്ച എൻ്റെ പിതാവിന്, പ്രത്യേകിച്ച് എൻ്റെ പിതാവാണ് എനിക്ക് പ്രാർത്ഥനയുടെ വിത്ത് പ്രസംഗിക്കാൻ അദ്ദേഹം ഞാൻ പ്രസംഗിക്കാൻ വളരെ ആഗ്രഹിച്ചു ഇരുന്നു. 1961 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ക്ലാസ് മീറ്റിങ്ങിൽ അവസാനമായിട്ട് ഞാൻ പ്രസംഗിച്ചാണ്. എൻ്റെ അപ്പൻ എനിക്ക് എഴുതി തരുമായിരുന്നു. ആ പ്രസംഗമൊക്കെ വായിക്കുന്നു. പക്ഷേ ഞാൻ സാധാരണ കള്ളം പറയാറില്ല. കള്ളം പറയാൻ ഊഴിയും ഞാൻ ഒരു കള്ളം പറയാൻ എനിക്ക് എന്ത് കിട്ടാൻ? ദൈവത്തിൽ ഞാനൊരു പാപം ചെയ്യും. എനിക്ക് വേണമെങ്കിൽ മനുഷ്യനെ ഒന്ന് സോപ്പിടാൻ വേണ്ടി പറയാൻ പറ്റും. പക്ഷേ അന്ന് ഞാനൊരു കള്ളം പറഞ്ഞു. ഇന്നും എനിക്ക് ദുഃഖമുണ്ട്. എൻ്റെ പിതാവ് എനിക്ക് പ്രസംഗങ്ങൾ എഴുതി തരുമ്പോൾ കൊച്ചവിടെ നിന്ന് കാണാതല്ലേ പറയുന്നത്. അപ്പം ഞാൻ ഒരു കള്ളം പറഞ്ഞു, ഇന്ന് മൂളി. പക്ഷേ പിറ്റേ ആഴ്ച എൻ്റെ പിതാവ് വന്നു. എൻ്റെ ക്ലാസ് മീറ്റിംഗ് എല്ലാ വെള്ളിയാഴ്ച അന്നറിയാം, എല്ലാ വെള്ളിയാഴ്ചകളിലും നമുക്ക് ക്ലാസ് മീറ്റിംഗ് ഉണ്ട്. കൊച്ചു ക്ലാസ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സംഭവം ഞാനീ പറയുന്നത്. അപ്പോൾ പുറമെ വന്ന് എൻ്റെ പിതാവ് ഞാൻ അറിയാതെ വന്ന് കേട്ടു. അപ്പം ഞാനിതിങ്ങനെ വായിക്കുക. പക്ഷേ എൻ്റെ പിതാവിനെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തില്ല. എന്നെ മത്സ്യത്തോട് മാത്രം പറ്റിയ കുടുംബത്തിൽ നിന്ന് വന്ന ഞാനാണ്. എന്നോട് പറഞ്ഞു, കൊച്ച് പ്രസംഗം ഞാൻ എഴുതുന്ന പ്രസംഗം ഇങ്ങനെ പെയ്യെ വായിക്കുന്നത് കേട്ടു. പക്ഷെ അന്ന് എൻ്റെ മനസ്സാക്ഷി കുത്തി. ഈ 71ാമത്തെ വയസ്സിലും 10-12 വയസ്സുള്ളപ്പോൾ ഉണ്ട് ആ ചിന്ത, അയ്യോ ഞാനൊരു കള്ളം എൻ്റെ പിതാവിന്. പക്ഷേ അതെനിക്ക് നന്മയായിട്ട് തന്നെ സ്നേഹിക്കുന്നവർക്ക്, ഇങ്ങനെ പറയാൻ വിളിക്കപ്പെട്ടവർക്ക് പറയാൻ ആരെങ്കിലും പറ, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ അതിനുശേഷം 1961 ഒരു വെള്ളിയാഴ്ച വൈകിട്ട് 3:30 ലാസ്റ്റ് പീരീഡ് എന്നല്ലേ നമ്മൾ പറയുന്നതെന്ന്, അവസാനത്തെ പീരീഡ് ക്ലാസ് മീറ്റിംഗ്. അപ്പോൾ പാട്ട്, പ്രാർത്ഥന, പ്രസംഗം, ഡാൻസ് എല്ലാം ഉണ്ട്, കലാപരിപാടികളൊക്കെ ഉണ്ട്. അന്ന് ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ കാണാതെ പഠിച്ച് പ്രസംഗിക്കും. ഞാൻ ഒരു പേജ്, നമ്മുടെ കൊച്ചു ബുക്ക് പണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു പേജ് ഞാൻ തന്നെത്താനെ എഴുതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെൻ്റെ പിതാവ് പറഞ്ഞു തന്നു, ഓർമ്മയില്ല. ഞാനത് തന്നെത്താനെ കാണാതെ പഠിച്ചു, ഞാനത് പറഞ്ഞു. അതിനുശേഷം എൻ്റെ തമ്പുരാൻ 2003 കാനറ ബാങ്കിൽ ഞാൻ 2009 റിട്ടയർ ചെയ്തു. എന്നെ വിമൻ എംപവർമെൻ്റ് എന്നുള്ള ഒരു ഫീൽഡിലോട്ടാണ് കൊടുത്തത്. അനേക പാവം പിടിച്ച സ്ത്രീകളെ
കൗൺസിൽ ചെയ്യാനും ക്ലാസ് എടുക്കാനും ഒരുപാട് പേരെ ട്രെയിനിങ് കൊടുക്കാൻ ഒരുപാട് പേര് ജോലിക്ക് സ്വയം തൊഴിലിന് പര്യാപ്തമാക്കാൻ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. അതിൻ്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരവായിരുന്നു. പിന്നെ ഞാൻ ഈ CSI സഭയിൽ ഒരുപാട് എനിക്കൊത്തിരി സന്തോഷം ഉണ്ട്, നന്ദിയുണ്ട് അവരുടെ. കാര്യം വെച്ചാൽ എന്നെ ഈ പ്രസംഗത്തിൻ്റെ പടികളിലേക്ക് പിടിച്ച് കയറ്റിയത് കഴിഞ്ഞ 18 വർഷമായി. 2003 ഞാൻ അവിടെ CD കൂടിയത്. ഒപ്പം തന്നെ ഈ CSI സഭയാണ്, എൻ്റെ ഓർത്തഡോക്സ് സഭയല്ല. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ 1-2 പ്രാവശ്യം കഷ്ടിച്ച് ഈ 18 വർഷങ്ങൾക്കിടെ പോയിട്ടുണ്ട്. മുഴുവൻ ഒരുപാട് CSI സഭകളിൽ പോയിട്ടുണ്ട്. എനിക്കൊന്നും അച്ഛനും ഒരിക്കൽ എന്നെ വിളിച്ചിട്ടുണ്ട്. അതിനുള്ള നന്ദി, ദൈവത്തോടുള്ള നന്ദി, നിങ്ങളുടെ സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. ഞാൻ CSI സഭയുടെ ഒരു ദത്തുപുത്രിയായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ നിങ്ങളുടെ ഒരുപാട് പള്ളികളിൽ പോയിട്ടുണ്ട്. കൊച്ചു പള്ളികളിൽ പോയപ്പോൾ അവിടെ ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തി ഞാൻ കണ്ട് അന്തം വിട്ടുണ്ട്. വലിയ ഞാൻ പോകുന്നതൊക്കെ വലിയ റിച്ച് ചർച്ചസാണ്. പക്ഷെ അവിടെ നിന്ന് നടക്കാത്തായ വളരെ ജീവകാരുണ്യ പ്രവർത്തനം നിങ്ങളുടെ പള്ളിയിൽ കാഴ്ചവെക്കുന്നത് ഞാൻ കണ്ടു. ഈ 132ാമത്തെ സഭാദിനം നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ നമുക്കൊന്നിച്ച് സന്തോഷിക്കാം. ഒരു സന്തോഷിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മ കൂടുമ്പോൾ ആ സന്തോഷം വർദ്ധിക്കുന്നു. അതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ കൂട്ടായ്മ കൂടുന്നത്. ഈ കോവിഡ് കാലത്തും ഇത്രയും പേർക്ക് വരാൻ സാധിച്ചതിൽ എൻ്റെ ദൈവത്തിന് ഞാൻ കോടാനുകോടി നന്ദി അർപ്പിക്കുകയാണ്. ദൈവം കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഏവരെയും അനുഗ്രഹിക്കട്ടെ. 132ാമത് വർഷം സഭാദിനം. ഈ പള്ളി പുതുക്കി പണിഞ്ഞല്ലേ? പള്ളി പുതുക്കി പണിഞ്ഞില്ലേ? ആ പള്ളി പുതുക്കിയപ്പോൾ 130 പുതിയ പള്ളിയുടെ ഒരു കുഞ്ഞു പള്ളി. ആ കുഞ്ഞു പള്ളിയിലോ ഒന്നുമല്ല. ഒരു കാര്യം എൻ്റെ മനസ്സിൽ എപ്പോഴും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരു പള്ളിയിലെ സമ്പത്ത് കൂടുന്തോറും ഭക്തി കുറയും, നന്മ കുറയും. നമ്മുടെ കർത്താവ് ബേത്ലഹേമിൽ ഏത് കുഞ്ഞൊരു കാലിത്തൊഴുത്തല്ലേ ജനിച്ചത്. അദ്ദേഹത്തിന് വേണ്ട അവിടെ കാലിത്തൊഴുത്തല്ല ജനിച്ചു, എവിടെയോ ജനിച്ചു, അവിടെ കൊണ്ട് കിടത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ അത്രമാത്രം താഴ്മ നമ്മൾ പഠിപ്പിച്ചെങ്കിൽ ഉന്നതി പ്രാപിക്കും തോറും നമ്മൾ താഴ്മ പഠിക്കാൻ നമുക്ക് താഴ്മ നമ്മളെ ധരിപ്പിക്കട്ടെ. ആത്മാവിൻ്റെ ഫലമെല്ലാം നമ്മളെ അണിയിക്കട്ടെ. ഭക്തന്മാരെ നമ്മളെ ദൈവത്തെ നമ്മളെ ധരിപ്പിക്കുന്നതാട്ടെ. ദൈവത്തെ ധരിച്ചവരാ പിതാക്കന്മാർ നമുക്കുണ്ട്. ഒരുപാട് സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെടും. സഭ ആരാണ്? എനിക്കിങ്ങനെ ഒരു പോയിൻ്റ് ഇങ്ങനെ പറഞ്ഞ് 1, 2, 3 എന്ന് പറയാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല. എനിക്ക് തന്നിരിക്കുന്ന കഴിവ്, എനിക്ക് കിട്ടുന്ന എൻ്റെ ഹൃദയത്തിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പച്ചയായിട്ട് പറയാമെന്നോ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷം കാണും, അല്ല ഇഷ്ടക്കേട് കാണും. പക്ഷെ അത് എൻ്റെ ദൗത്യം എന്നെ ഏൽപ്പിച്ച് എൻ്റെ തമ്പുരാൻ തന്ന സ്ത്രീക്ക് എനിക്ക് പറയാൻ പറ്റുമോ അത് ഞാൻ സത്യസന്ധമായിട്ട് തന്നെ ഹൃദയത്തോട് സംസാരിക്കുകയാണ്. ഒരിക്കലും ഒരു പ്രസംഗം നടത്താൻ എനിക്ക് അറിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഞാൻ പറയേണ്ടത്? ഈ സഭാദിനം, സഭ എന്താണ്? അനേക കുടുംബങ്ങൾ ഒന്നിക്കുക എന്നൊരു സഭ എന്താണ്? കർത്താവിൻ്റെ ശരീരമാണ്. ഈ ശരീരമാണ് ക്രിസ്തുവിൻ്റെ തലയോളം നമുക്ക് വളരുവാൻ ബാധ്യതയുണ്ട്. എങ്ങനെയാണ് തലയോളം വളരുന്നത്? ആത്മാവിൻ്റെ പ്രവൃത്തി, ആത്മാവിൻ്റെ ഫലം എന്തൊക്കെയാണ്? സ്നേഹം, അതിൻ്റെ ബാക്കിയെല്ലാം അതിൻ്റെ പൂരങ്ങളാണ്. സ്നേഹം 3 സാധനമുണ്ട്. സ്നേഹം, ബാക്കി പറ. സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഉറച്ചു പറ. ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് പിശാചിൻ്റെ ഫലങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് പ്രസംഗിച്ചാൽ കേൾക്കാൻ നമ്മുടെ ബ്രെയിനൊന്നും നിൽക്കത്തില്ല. പക്ഷേ എങ്കിലും നമുക്കെല്ലാവർക്കും ഏകാഗ്രത ദൈവം നോക്കി തരട്ടെ. ഹൃദയം നിങ്ങളെ തുറക്കട്ടെ. വായു വിസ്താരത്തിറക്കാൻ ഞാൻ നന്മ നിറയ്ക്കും. എന്നാണ് നന്മ? ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ കുർബാനയാണെന്ന വചനം കൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുക. ആത്മാവിന് ഒരിക്കലും മരണമില്ല, നിത്യതയിലേക്ക് പോകുന്നു. നമുക്കൊരിക്കലും നമ്മുടെ ആത്മാക്കൾ മരിക്കുന്നില്ല. നമ്മൾ മരിച്ചാൽ നമ്മൾ ശവങ്ങളാണ്. പിന്നെ നമ്മൾ പറയുന്നത് ഇന്ന ആളെന്ന് പേര്. ഞാൻ മരിച്ചാൽ മറിയാമ്മ മരിച്ചു, മറിയാമ്മ കാണാൻ പോകുന്നല്ല. പിന്നെ പറയും മറിയാമ്മയുടെ ജഡം അല്ലെ, ശവം കാണാൻ പോകാമെന്ന് പറയും. നമ്മുടെ ആത്മാവിൻ്റെ ഉടലിലേക്ക് കടന്നു പോകും. അവിടെ നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യയെക്കുറിച്ചും പറയാൻ മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിത്യതയാണ് നമ്മുടെ ലക്ഷ്യം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളുടെ ടീനേഴ്സിനെക്കൊണ്ട് നിത്യതയെക്കുറിച്ച് ഇപ്പം പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകത്തില്ല. അവർ 1-2 കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറയാം. ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന അന്ന് CSI സഭയുടെ സമൂഹ വിഭാഗത്തിൽ എനിക്ക് വരാൻ ഒരു ഭാഗ്യം കിട്ടി. ഒരു വലിയൊരു പ്രസ്ഥാനം തന്നെയാണ്. ആ ബിഷപ്പമ്മയുടെ ആ വലിയ ഇവാഞ്ചലേഷനെ, വലിയ ആ കമ്മിറ്റ്മെൻറ്റിനെ ഞാൻ ഇന്നും ആദരവോടെ ഓർക്കുകയാണ്. 18 ദമ്പതിമാർ അത് കാണാനൊരു ഭാഗ്യം. അവരെ സഭയോട് ചേർക്കപ്പെട്ടു, ക്രിസ്തുവിനോട് ചേർക്കപ്പെട്ടു. അത് തന്നെയല്ല,
നമുക്ക് കിട്ടിയതെല്ലാം ദൈവം തന്നാണ്. നമുക്ക് എന്തെങ്കിലും അർഹതയുള്ളതാണോ നിങ്ങൾ ഓർക്കും നോക്ക്. ദൈവം നടത്തിയ വിധങ്ങൾ. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. എനിക്ക് ദൈവം ഇവിടെ നിർത്തിയത് 2020 ഫെബ്രുവരിയിൽ ഞാൻ അവസരമായിട്ടൊരു CSI പള്ളിയിൽ പോയതാണ്. പിന്നെ ഇന്നാണ് ഞാൻ വരുന്നത്, ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. പക്ഷേ അതിനകത്തൊരു ഒരു 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 വലിയ പ്രത്യേകതയുണ്ട്. എന്നെ 2020 ജൂൺ 2-ാം തീയതി ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞതാണ്. എന്നെ PR ഞാൻ വന്ന് പറഞ്ഞ് ലിറ്റിയുടെ സണ്ണിലോ ഡോക്ടർ ബോബി എടുത്തുകൊണ്ടോ ഡോക്ടർ ബാഹിലിനെ വിളിക്കുന്നു പറഞ്ഞ് ഞാൻ 15 മിനിറ്റ് ഞാൻ ബോധം കെട്ടുപോയി. പിന്നെ ഞാൻ ഓടുമ്പോൾ ഞാൻ ലെറ്റിനേറ്ററിൽ കിടക്കുകയാണ്. പക്ഷേ എൻ്റെ വളരെ കൂടുതൽ എവിടുന്ന് വന്ന് ഈ ശക്തി? സാധാരണ ഇത് ഊരുമ്പോൾ മരിച്ച ശവത്തിൻ്റെ വെന്റിലേറ്റർ ഊരുന്നത്. പക്ഷെ ദൈവം എന്നെ അത്ഭുതമായിട്ട് നടത്തി. എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെന്ന് ഓർത്ത് നോക്ക്. എത്ര പ്രാവശ്യം നിങ്ങൾ ഓരോരുത്തരും മരണത്തിൽ നിന്ന് വിടുവിക്കും ദൈവം. എത്ര പ്രാവശ്യം രോഗത്തിൽ നിന്ന് വിടുവിച്ചു, എത്ര പ്രാവശ്യം ദാരിദ്ര്യം വിടുവിച്ചു, എത്ര പ്രാവശ്യം കഷ്ടതയിൽ നിന്ന് വിടുവിച്ചു, എത്ര പ്രാവശ്യം ആത്മഹത്യയിൽ നിന്നൊക്കെ വിടുവിച്ചു. പെട്ടെന്ന് 1-2ാമത്തെ ആത്മഹത്യ ഒരുപാട് ജനങ്ങളാണ് ഇന്ന് നമ്മുടെ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുമ്പോൾ കഷ്ടത നിന്ന് പട്ടിണി പരിഹാസം എല്ലാം അനുഭവിക്കാനുള്ള ത്യാഗം, ആ ത്യാഗം അനുഭവിച്ചവരാണ്. ത്യാഗമാണ്, സ്നേഹം ത്യാഗമാണ് പ്രിയപ്പെട്ടെ. നമ്മൾ ഉള്ളതിൻ്റെ ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ അവിടെ നമ്മുടെ ഡ്യൂട്ടിയാണത്. അതാണ് പറയുന്നതും വേണ്ട. പത്രത്തും പഴയ നിയമത്തിലാണ്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോഴേ എത്ര ആവും? നമുക്ക് അത്രയും കൊടുക്കാനൊന്നും പറ്റത്തില്ല. ശ്രാവൻ എന്തുവാ പറഞ്ഞത്? നിങ്ങൾ 2 ഉടുപ്പുള്ളവർ ഒരാൾക്ക് 1 കൊടുക്കട്ടെ എന്നാണ് പറഞ്ഞത്. 50% അവിടെ വരുന്നത്. നമുക്ക് ഈ ബുദ്ധിയെ തന്നതും ജ്ഞാനം തന്നതും കഴിവുകൾ തന്നതും ആരോഗ്യം എല്ലാം ഇവിടെ നമ്മൾ ഇരിക്കുന്നതും ഇവിടെ എഴുതുന്നതും ഈ വചനം പറയുന്നതും നിങ്ങളവിടുന്ന് കേൾക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതല്ല. ആരുടെ കഴിവ്, ആരുടെ ദാനമാണ്? ദൈവത്തിന് ദാനം എന്തെങ്കിലും നമുക്കുണ്ടോ? ആ ദാനത്തെ ചോദിച്ച് എന്തെങ്കിലും നമുക്ക് പൂഴാൻ പറ്റും. അവരുടെ പ്രിയപ്പെട്ട് നമുക്ക് താഴ്മ ധരിക്കാം.